മലയാളത്തിലെ ആദ്യ ബ്രെയിലി ലിപി കവിതാ സമാഹാരം പിറക്കാൻ കാരണം ഒരു 10ാം ക്ലാസ്സുകാരിയാണ്. കാഴ്ചാ പരിമിതി ഉള്ളവർക്ക് വായിക്കാൻ പുസ്തകങ്ങൾ കിട്ടാത്തതിന്റെ നിരാശ കോഴിക്കോട് സ്വദേശിനി ഐഷ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചതോടെയാണ് ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായത്. റിപ്പോർട്ട് കാണാം. KFL അനുഭവിച്ചറിയാൻ ഏറെ താല്പര്യത്തോടെ പോയി. ഞങ്ങൾ ബ്ലൈൻഡിനു വേണ്ടി ഒന്നും അവിടെ തൊട്ടറിയാനായില്ല. അവസാന പ്രതീക്ഷയോടെ അവിടെ കണ്ട DC ബുക്സിന്റെ കൂറ്റൻ ബുക്ക് സ്റ്റാളിലും കയറി ബ്രെയിലി ലിപിയിലെ പുസ്തകങ്ങൾ അന്വേഷിച്ചു. അങ്ങനെയൊരു സാധനം ആദ്യമായിട്ടാണ് സെയിൽസ് ഗേൾ കേൾക്കുന്നത് പോലും. നിരാശ തന്നെ ഫലം. ഞങ്ങൾ ഭൂമിയുടെ അവകാശികളല്ലല്ലോ. കാഴ്ചപരിമിതിയുള്ള 10ാം ക്ലാസ്സുകാരി ഐഷയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴിവെച്ചത് മലയാളത്തിലെ ആദ്യ ബ്രെയിലി ലിപി കവിതാ സമാഹാരത്തിന്. ഉൾക്കാഴ്ചയുള്ള മനുഷ്യർക്ക് തൊട്ടറിയാൻ 29 കവിതകൾ തരിത്തരിയായി കോറിയിട്ട പുസ്തകത്തിന്റെ പേര് പിന്നിട്ട വഴികളും വരികളും. തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി അനീഷ് സ്നേഹയാത്രയുടെ ശ്രമഫലമാണ് പുസ്തകം. ഒരു പുസ്തകമെങ്കിലും ആ കുട്ടിക്ക് എങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ള ഒറ്റ ചിന്തയേ ഉള്ളായിരുന്നു ആദ്യം മനസ്സിൽ. കേരളത്തിലാകെ 2 പ്രസ്സേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ബ്രൈൽ ലിപിയിൽ പുസ്തകങ്ങൾ ഇതുവരെയും ഇറങ്ങിയിട്ടില്ല എന്നുള്ളത്. അപ്പോഴാണ് പൂർണ്ണമായിട്ടും മനസ്സിലാകുന്നത്. അപ്പോൾ കേരളത്തിൽ 4 ബ്ലൈൻഡ് സ്കൂളേ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളൂ. ബാക്കിയുള്ള എയ്ഡഡ് സ്കൂളാണ്. എയ്ഡഡ് സ്കൂളുകൾ എനിക്ക് തോന്നുന്നത് 7-8 സ്കൂളുകളേ ഉള്ളൂ. അപ്പോൾ ഈ സ്കൂളുകളിലെല്ലാം തന്നെ പിന്നിട്ട വഴികളും വരികളും ബ്രൈൽ ലിപിയിൽ അത് എത്തും. അത് എൻ്റെ വാക്കാണ്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഗായിക വൈക്കം വിജയലക്ഷ്മി കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. പുസ്തകത്തിന്റെ ആദ്യ കോപ്പി A റഹീം MP ഐഷയ്ക്ക് കൈമാറി. സംഘടന എന്ന നിലയിലും MP എന്ന നിലയിലും ഇവരുടെ ശബ്ദം കുറെ കൂടി ഉച്ചത്തിൽ പറയേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ വേദിയിലൂടെയും എന്നെ സമീപിച്ചപ്പോഴും എനിക്ക് പകർന്നത്. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി. അനീഷേട്ടൻ ഇങ്ങനെ ഒരു കവിതാ സമാഹാരം ബ്രെയിൽ ലിപിയിൽ പുറത്തിറക്കി തന്നതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. വായനയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. അതുപോലെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി. ഈറ പബ്ലിക്കേഷനാണ് പുസ്തകം പുറത്തിറക്കിയത്. ലോക വായനാ ദിനം അടുത്തിരിക്കെ അറിവിന്റെ വെട്ടം ഏവർക്കും ലഭിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.